ഞാനൊന്ന് മയങ്ങാൻ കിടക്കുകയായിരുന്നു. അപ്പോഴാണ് എൻ്റെ മാമൻ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് മുന്നിൽ. എന്നിട്ട് മാമൻ എന്നോട് ചോദിക്കുകയാണ്, എനിക്ക് വായ്ക്കരി ഇടാനായിട്ട് നീ ഒന്നും വന്നില്ലല്ലോടാ മോനെ എന്ന് എന്നോട് ചോദിക്കുകയായിരുന്നു. പാവം എൻ്റെ മാമന്. ഞാൻ മാമനോട് പറഞ്ഞു, മാമാ ഇനിയിപ്പോൾ ഈ മാസം ഈ കർക്കിടകം അങ്ങ് കഴിഞ്ഞില്ലേ, ഇനി അടുത്ത കർക്കിടകത്തിന് മാമന് വേണ്ടിയിട്ട് ചെന്ന് ബലിയിടാം. എന്നിട്ട് മാമൻ്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. അല്ലാണ്ട് ഇനി എന്താ മോളൂ ഞാൻ ചെയ്യുക. അങ്ങനെ നമ്മുടെ മനോഹർ ഇങ്ങനെ ഓരോരോ കള്ളത്തരങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് പുള്ളിക്കാരൻ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ നമ്മുടെ നിഷയാണെങ്കിലുണ്ടല്ലോ, ഇതൊന്നും കേട്ടിട്ട് നമ്മുടെ നിഷയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. ഒക്കെ നമ്മുടെ മനോഹറിൻ്റെ അടവുകളാണെന്നുള്ള കാര്യം ഇനി വഴിയെ മനസ്സിലാവുമായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് അതിലേക്കൊക്കെ വരാം. അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അങ്ങ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ മനോഹർ നമ്മുടെ നിഷ ദമ്പതികളുടെ ഫസ്റ്റ് നൈറ്റാണ്. അങ്ങനെ അവരിങ്ങനെ വന്നിങ്ങനെ അടുത്തിരിക്കുകയാണ്. നിഷ പാലൊക്കെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ നിഷയോട് ചോദിക്കുകയാണ്, മോളുവിൻ്റെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ പറയേ, എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ പറയേ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ നിഷ പറയാണ്, അത് രോഹിയേട്ടാ എനിക്കങ്ങനെ വലിയ ആഗ്രഹമൊന്നുമില്ല, എന്നാലും പറയേ, ഞാൻ വെറുതെ ഫസ്റ്റ് നൈറ്റ് ആയതുകൊണ്ട് വെറുതെ ചോദിക്കുന്നേ ഉള്ളൂ, പറഞ്ഞോ എന്നിങ്ങനെ പറയണം. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ നിഷ പറയണം, അത് എനിക്ക് എപ്പോഴും റോഹിയായിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ചേർന്നിരിക്കണം എന്നൊരാഗ്രഹം മാത്രമേ ഉള്ളൂ, അല്ലാതെ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല എന്നിങ്ങനെ പറയാണ്. അപ്പോൾ മനോഹർ പറയാണ്, അങ്ങനെ തന്നെ വേണമോളൂ, അതായിരിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ നിഷയെ സമാധാനിപ്പിക്കുകയാണ്. പിന്നീടെന്ന് വെച്ചാൽ അതേക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ മനോഹർ പറയാണ്, മോളു എൻ്റെ മാമന് എന്നെ ജീവനായിരുന്നു മോളു, പക്ഷേ എൻ്റെ അച്ഛനേക്കാളും എന്നെ സ്നേഹിച്ചത് എൻ്റെ മാമൻ തന്നെയായിരുന്നു. എൻ്റെ മാമൻ ഇങ്ങനെ ഒരു ഇത് സംഭവിച്ചപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ എൻ്റെ ഹൃദയം നിന്ന് പോയി എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ എന്ത് ചെയ്യാനൊക്കെ മോളു, എൻ്റെ കാര്യമൊന്നും പറയണ്ട. പിന്നെ നിന്നോടുള്ള ഈ ഒരു സ്നേഹം കൊണ്ട് നിന്നെ കണ്ടപ്പോൾ എന്താണെന്നറിയില്ല, എനിക്കൊരു പ്രത്യേക ഇഷ്ടം തോന്നി. അതുകൊണ്ടാണ് എനിക്ക് നിന്നെ വിവാഹം കഴിച്ചേ പറ്റുള്ളൂ ഞാൻ തീരുമാനിച്ചത്. അതുകൊണ്ട് ഞാൻ പിന്നെ ആരും അറിയാതെ രഹസ്യമായിട്ട് വന്നങ്ങ് വിവാഹം കഴിച്ചാണ്. ഇനിയിപ്പോൾ എനിക്ക് നാളെ പോകണം. എവിടേക്കാണ് റൂഹിയായിട്ട് ഇനിയിപ്പോൾ നാളെ പോകുന്നത്? അല്ല, നാളെ എന്നൊക്കെ പറഞ്ഞ് നാളെയൊന്നും ഞാൻ പോകത്തൊന്നുമില്ല. എനിക്ക് പോകണം മോളൂ. എനിക്ക് പോയിട്ട് അവിടെ വീട്ടിലൊക്കെ ചെന്നിട്ട് എല്ലാവരെയും കാണണം. അല്ലെങ്കിൽ അവർ വിചാരിക്കില്ലേ ഞാനൊരു നന്ദി കെട്ടവനാണെന്ന്. അങ്ങനെയാണെങ്കിൽ റോഹിയേട്ടാ ഞാനും കൂടി പോരാം, നമുക്ക് രണ്ടുപേർ കൂടി പോവാം. രണ്ടുപേരൊന്നും പോകണ്ട, മോളും ഇവിടെ നിന്നാൽ മതി, ഞാൻ പോവാം. അതെന്താ രോഹിട്ട് അങ്ങനെ? അതേ മോളൂ, ഞാൻ ഈ കല്യാണം കഴിച്ചതേ ആരോടും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഈ മാമ മരിച്ചു കിടക്കുമ്പോൾ ഞാൻ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ എന്നെപ്പറ്റി എന്ത് കരുതും മോളൂ? അതുകൊണ്ടേ നീ ഇപ്പോൾ തൽക്കാലം വരാനൊന്നും പോകണ്ട. അതൊക്കെ പിന്നീട്, ഇതൊക്കെ ഈ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിയട്ടെ, അതിനുശേഷം ഞാൻ നിന്നെയും കൊണ്ട് അങ്ങോട്ടേക്ക് പൊയ്ക്കോളാം എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ അതിനുശേഷം എന്ന് വെച്ചാൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കിരണും കല്യാണിയാണ്. മടിയിൽ നമ്മുടെ കല്ലുമോനും ഉണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ കിരൺ പറയാണ്, നാളെ നമ്മൾ 3 പേരിൽ ഒരാൾ തൊട്ടടുത്ത് നിന്ന് മാറിപ്പോകുമല്ലേ എന്നിങ്ങനെ പറയാണ്. അപ്പോൾ കല്യാണി പറയാണ്, കിരണേട്ടാ എന്നെ അത് ഓർമ്മിപ്പിക്കല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ കിരൺ പറയാണ്, അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ കല്യാണി, എന്തായാലും നല്ലതിന് വേണ്ടിയിട്ടല്ലേ. കിരണേട്ടൻ എൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷം ഇതുവരെ നമ്മൾ തമ്മിൽ അങ്ങനെ പിരിഞ്ഞൊന്നും മാറിയൊന്നും നിന്നിട്ടില്ലല്ലോ, അതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. ശരിക്കും ചില സമയത്ത് തോന്നും പോവണ്ടായിരുന്നു എന്ന് തോന്നും. അപ്പോൾ ഉടനെ കിരൺ പറയണം, അങ്ങനെയൊന്നും കരുതല്ലേ കല്യാണി, നീ ഒരുപാട് ഉയരങ്ങളിലെത്തണം, അത് എൻ്റെ ഒരു സ്വപ്നമാണ്. ഇപ്പം തന്നെ നോക്കിയേ, ഈ കല്ലുമോൻ്റെ കാര്യം തന്നെ നോക്കിയേ. ഈ കല്ലുമോൻ ഇന്നാളാണ് നമ്മുടെ കൂടെ കൂടിയത്, അതായത് ഈ അടുത്ത സമയത്താണ് കല്ലുമോൻ കൂടെ ജനിച്ചതുപോലെ നമുക്ക് തോന്നുന്നത്. എന്നിട്ട് കല്ലുമോൻ ഇത്രയായില്ലേ, പെട്ടെന്ന് പോയത് കണക്കല്ലേ തോന്നുന്നത് ഈ ദിവസങ്ങളെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ. അതുപോലെ തന്നെ നീ ആകെ ഒരാഴ്ചയല്ലേ കല്യാണി മാറി നിൽക്കുന്നുള്ളൂ, ആ ഒരാഴ്ച 1 മണിക്കൂർ പോലെ അങ്ങ് പോയേക്കും എന്നിങ്ങനെ പറയണം. അപ്പോൾ കല്യാണി പറയണേ, ഇല്ല കിരണേട്ട, അങ്ങനൊന്നും പോകില്ല. കിരണേട്ടനെ കാണാതിരിക്കുമ്പോൾ എനിക്കത് വലിയ വിഷമം തന്നെയായിരിക്കും എന്നിങ്ങനെ പറയാണ്. കിരണേട്ടനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് നല്ല സന്തോഷമായേനെ. അപ്പോൾ കിരൺ പറയാണ്, എനിക്ക് വരാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ടല്ലേ കല്യാണി, അല്ലെങ്കിൽ ഞാൻ വരുമായിരുന്നില്ലേ എന്നിങ്ങനെ പറയാണ്. എന്നിട്ട് കിരൺ പറയാണ്, സത്യം പറഞ്ഞാലുണ്ടല്ലോ പെൺകുട്ടികളുള്ളവരുടെ കാര്യമാണ് കഷ്ടത്തിലാവുന്നത്. കാര്യം എന്ന് വെച്ചാൽ പെൺമക്കളുള്ളപ്പോൾ അവരെ നമ്മൾ ഒരുപാട് വാത്സല്യം കൊടുത്ത് വളർത്തും. കുറേ കഴിയുമ്പോൾ അവരെ വിവാഹം കഴിച്ച് അന്യ വീട്ടിലേക്ക് വിടും. അപ്പോൾ അവർ അടുത്ത് നിന്ന് പോയി കഴിയുമ്പോഴത്തേക്ക് ഒരു ചെറിയൊരു സങ്കടം അത് എല്ലാ മാതാപിതാക്കൾക്കും ഉണ്ടാവും. അതുകൊണ്ടാണ് പറയുന്നത്,
ദമ്പതിമാർ തമ്മിലും മക്കൾ തമ്മിലുമായിട്ട് ചെറിയൊരു അകലം പാലിക്കണമെന്ന്. അപ്പോൾ കല്യാണി ചോദിക്കുന്നു, എന്നിട്ടെന്താ കിരണേട്ടൻ നമ്മുടെ കാര്യത്തിലൊരു അകലം പാലിക്കാത്തത്? അപ്പോൾ കിരൺ പറയാണ്, അത് നീ പറയുന്നത് ശരിയാണ് കല്യാണി, പക്ഷേ അതിനുള്ള ഒരു അവസരം നീ ആയിട്ട് ഉണ്ടാക്കുന്നില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം കിരൺ പറയുകയാണ്, എന്തായാലും നമ്മൾ 3 പേരുമായിട്ട് നമ്മുടെ കുടുംബം ഇങ്ങനെ ഒതുങ്ങിപ്പോയാൽ പറ്റില്ല. ഇനി കല്ലുമോന് താഴെ ഒരാൾ കൂടി വരാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ കല്യാണി പറയാണ്, അതെന്തായാലും ഇപ്പോഴൊന്നും വേണ്ട കിരണേട്ടാ, കല്ലുമോൻ കുറച്ച് വളരട്ടെ. എൻ്റെ കല്യാണി, നീ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? കല്ലുമോൻ കുറച്ച് വലുതായി കഴിയുമ്പോഴുണ്ടല്ലോ അവന് തിരിച്ചറിവ് വെച്ച് തുടങ്ങും. അപ്പോൾ പിന്നെ അവൻ്റെ ഇളയതിനെ നമ്മൾ സ്നേഹിക്കുകയും കൊഞ്ചിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവന് അത് വിഷമാവില്ലേ? ഇപ്പോഴാകുമ്പോഴുണ്ടല്ലോ അവനൊന്നും അറിയില്ല. അവൻ്റെ ഇളയ കുഞ്ഞിനെ നമ്മൾ സ്നേഹിക്കുകയും ലാളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവനും അതിനൊപ്പം അതിനെ സ്നേഹിക്കുകയും ലാളിക്കുകയും മാത്രം ചെയ്യും. അതുകൊണ്ടാണ് മുതിർന്നവർ പറയുന്നത് കുട്ടികൾ തമ്മിൽ 2 വയസ്സിൻ്റെ വ്യത്യാസം ഉണ്ടായാൽ മതിയെന്ന്. അപ്പോൾ കല്യാണി പറയാണ്, അയ്യോ കിരണേട്ടാ, എന്തായാലും ഇപ്പോഴൊന്നും വേണ്ട, കിരണേട്ടൻ അതിനെപ്പറ്റി ചിന്തിക്കേ വേണ്ട എന്നിങ്ങനെ പറയാണ് നമ്മുടെ കല്യാണി. അങ്ങനെ നമ്മുടെ കിരൺ പറയാണ്, കല്യാണി എന്തൊക്കെയാണെങ്കിലും നീ ഈ ഫെസ്റ്റിവലിൽ പങ്കെടുത്ത് അവാർഡൊക്കെ സ്വീകരിച്ച് നല്ല മിടുക്കത്തിയായിട്ട് വരണം. അത് മാത്രമല്ല കല്യാണി, നിനക്ക് അവിടെ പെയിൻറ്റിങ്ങിൻ്റെ കോമ്പറ്റീഷൻ ഉണ്ടല്ലോ, അതിൽ നീ 1ാമതെത്തണം. അതെൻ്റെ ഒരു ആഗ്രഹമാണ്. അപ്പോൾ കല്യാണി പറയണ, അത് കിരണേട്ടാ, അതെനിക്ക് സാധിക്കുമെന്ന് എനിക്കറിയില്ല. അതെന്താ കല്യാണി നീ അങ്ങനെ പറയുന്നത്? നീ മിടുക്കിയല്ലേ? അതല്ല കിരണേട്ടാ, കിരണേട്ടൻ എനിക്കൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് തീർച്ചയായും അത് നേടാൻ പറ്റുമെന്നൊരു വിശ്വാസം, ഒരു ആത്മവിശ്വാസം ഉണ്ടായേനെ. ഇതിപ്പോൾ കിരണേട്ടൻ എനിക്കരികിലില്ലല്ലോ. എൻ്റെ കല്യാണി, നീ എവിടെ പോയാലും ഞാൻ തൊട്ടടുത്തില്ലെങ്കിലും ഞാൻ അടുത്തുള്ളത് കണക്ക് നീ അങ്ങ് കണക്കാക്കിയാൽ മതി. ഞാൻ ഇവിടെയാണെങ്കിലും എൻ്റെ മനസ്സ് അവിടെ തന്നെ ആയിരിക്കും, അതുകൊണ്ട് നീ വിഷമിക്കണ്ട. അപ്പോൾ ഉടനെ കല്യാണി പറയുകയാണ്, അത് കിരണേട്ടാ, ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാലും എൻ്റെ മനസ്സും ഇവിടെ തന്നെ ആയിരിക്കും. പിന്നെ ഞാൻ കോമ്പറ്റീഷനൊക്കെ പങ്കെടുക്കുന്നു എന്നുള്ളൊരിത് മാത്രമേ കാണുള്ളൂ. അപ്പോൾ കിരൺ പറയണേ, അത് പോരെ കല്യാണി, നീ പങ്കെടുക്കുക മാത്രമല്ല, നീ വിജയിക്കുകയും വേണം. നീ എല്ലായിടത്തും വിജയിച്ച് വരണം. അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നിങ്ങനെ പറയണേ. നോക്കിയാണ് കല്ലുമോനെ, നിൻ്റെ അമ്മ കണ്ടില്ലേ ഇരുന്നുകൊണ്ട് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് കല്ലുമോനെ നമ്മുടെ കല്യാണിയുടെ മടിയിലേക്ക് വെച്ച് കൊടുക്കുകയാണ് കിരൺ. അങ്ങനെ നമ്മുടെ എന്താണ് പറയുന്നത്, അങ്ങനെ നമ്മുടെ കല്ലുമോനെ നമ്മുടെ കല്യാണി എടുത്ത് വെച്ച് ലാളിക്കുകയാണ്. അങ്ങനെ കിരണും കല്യാണിയും കൂടി ചേർന്നിട്ട് കല്ലുമോനെ ഉമ്മ വയ്ക്കുകയും ലാളിക്കുകയും ഒക്കെ ചെയ്യുവാണ്. അതുപോലെ അതേ സമയത്താണെങ്കിൽ നമ്മുടെ രാഹുലാണ്, പുള്ളിക്കാരന് ആകെ ടെൻഷൻ തന്നെ. പുള്ളിക്കാരൻ ഇങ്ങനെ എഴുന്നേറ്റ് ഇങ്ങനെ നടക്കുകയാണ്, വെപ്രാളം കാണിക്കുകയാണ്, പോയി ഇരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ രാഹുൽ ഓർക്കുകയാണ്, അതായത് കിരണും കല്യാണിയും കൂടി കുഞ്ഞിനെ ലാളിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു സംഭവം ഓർക്കുകയാണ്. അപ്പോൾ അത് ആലോചിക്കുമ്പോൾ തന്നെ പുള്ളിക്കാരൻ്റെ മോന്തയൊക്കെ ഇങ്ങനെ വലിഞ്ഞ് മുറിവുകയാണ്. അപ്പോൾ നമ്മുടെ രാഹുൽ വിചാരിക്കുകയാണ്, എങ്ങനെയെങ്കിലും ഈ കല്യാണിയും കിരണിനെയും തമ്മിൽ തെറ്റിക്കണം, എന്നിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. ഞാനിങ്ങനെ ജീവിക്കുമ്പോൾ എൻ്റെ മകളുടെ ജീവിതമോ ഇങ്ങനെ നശിച്ചു, അവനും അവളും അങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കണ്ട. ഇവർക്കിട്ട് 8ൻ്റെ പണി ഞാനങ്ങ് കൊടുക്കും, നോക്കിക്കോ. അതുമാത്രമല്ല, എൻ്റെ പെങ്ങളെന്ന് പറയുന്ന ഒരുത്തിയുണ്ടല്ലോ, അവനെ ഇല്ലേ, ആ സേനനെ ഇന്ന് കൊല്ലും നാളെ കൊല്ലും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലാതെ അവളൊന്നും കൊല്ലുന്നില്ല. അതുകൊണ്ടെന്താ, എനിക്ക് അവളെ കൂടി ഒന്ന് കാണണം, എന്നിട്ട് അവളോട് എനിക്ക് ചിലതൊക്കെ സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് ചില കാര്യങ്ങളൊക്കെ ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ് നമ്മുടെ രാഹുൽ. അതിനുശേഷമെന്ന് വെച്ചാൽ രാഹുൽ പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ പിറ്റേ ദിവസമാണ്. അങ്ങനെ നമ്മുടെ രാഹുൽ ചെല്ലുകയാണ്, നമ്മുടെ രൂപയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. കോളിംഗ് ബെല്ലടിക്കുമ്പോൾ നമ്മുടെ രൂപ വന്ന് വാതിൽ തുറക്കുകയാണ്. വാതിൽ തുറക്കുമ്പോൾ തന്നെ രാഹുലിനെ കാണുമ്പോൾ തന്നെ നമ്മുടെ രൂപയുടെ പിരി അങ്ങോട്ട് പോവുകയാണ്. ഉടനെ തന്നെ ദേഷ്യം വരികയാണ് രൂപയ്ക്ക്. രൂപ ഇങ്ങനെ അങ്ങനെ നോക്കുകയാണ് രാഹുലിനെ. അപ്പോൾ ഉടനെ തന്നെ രാഹുൽ ചോദിക്കുകയാണ്, രൂപേ എന്നിങ്ങനെ വിളിക്കുമ്പോൾ വാ ഏട്ടാ, അകത്തേക്ക് വാ എന്നും പറഞ്ഞിട്ട് രൂപ വിളിക്കുകയാണ്. അങ്ങനെ നമ്മുടെ രാഹുൽ കൂടെ ചെല്ലുമ്പോഴത്തേക്ക് ഏട്ടനിങ്ങോട്ട് ഇരിക്കുക എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ രൂപയോട് പറയണം, രൂപേ, ഞാൻ വന്നത് എന്തിനാണെന്ന് അറിയാമോ? എനിക്ക് കുറേ നാളായിട്ട് ഞാൻ നിന്നെ കണ്ടിട്ട് ഇപ്പോൾ കുറേ നാളായി. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ചിലപ്പോഴൊക്കെ മനസ്സിൽ തോന്നും ഇങ്ങോട്ട് വരാമെന്ന് തോന്നും. അവിടെയാണെങ്കിലുണ്ടല്ലോ, ആ ശാരിയാണെങ്കിൽ ഒരു നേരം പോലും സ്വസ്ഥത തരില്ല. എനിക്കെന്തോ തലയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞാൽ അവളവിടെ കാട്ടിക്കൂട്ടുന്ന പരാക്രമങ്ങളൊക്കെ. അപ്പോൾ ഉടനെ തന്നെ രൂപ മനസ്സിൽ വിചാരിക്കണം, ഈശ്വരാ, ഈ ദുഷ്ടനിനി ഇങ്ങോട്ടങ്ങനെ താമസം മാറോ? അപ്പോൾ തന്നെ രാഹുൽ പറയാണ്, രൂപേ, ഞാൻ പലവട്ടം വിചാരിച്ചിട്ടുണ്ട് ഇവിടെ വന്ന് താമസിക്കാമെന്ന് നിനക്കൊപ്പം. അപ്പോൾ പിന്നീട് ഞാൻ ആലോചിക്കുന്നതേ, ഞാൻ
ഇവിടെ വന്ന് താമസിച്ചാൽ നിൻ്റെ മോളും മോനും അതുപോലെ തന്നെ നിൻ്റെ ഭർത്താവൊക്കെ ഇപ്പോൾ ഇവിടെ കയറി ഇറങ്ങിയല്ലേ, അപ്പോൾ അവർക്ക് മുന്നിൽ വേണ്ടാന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഞാൻ വരാത്തത്. അപ്പോൾ ഉടനെ രൂപ പറയണം, അതെ ഏട്ടാ, അതുകൊണ്ട് തന്നെ ഞാനും ഏട്ടനെ വിളിക്കാത്തത്, അല്ലെങ്കിൽ ഏട്ടൻ എനിക്കിപ്പം വന്ന് നിൽക്കണമെന്ന് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നിങ്ങനെ രൂപ പറയുകയാണ്. അപ്പോൾ നമ്മുടെ ബഹാസുരൻ പറയണം, അല്ല രൂപേ, നീ കുറേ നാളോടെ പറയുന്നുണ്ടല്ലോ നീ സേനനെ കൊല്ലുന്ന കാര്യം, എന്നിട്ടെന്താ അതൊന്നും നടക്കാത്തത്, അതെന്താ ഒന്നും ആവാത്തത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ തുറിച്ച് നോക്കുകയാണ്. രൂപയ്ക്ക് അത് കേട്ടിട്ട് ചെകിട് ഉളക്കൊരെണ്ണം കൊടുക്കാൻ തോന്നുകയാണ്. അപ്പോൾ രൂപ പറയണേ, അത് പിന്നെ അത്ര പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഏട്ടാ, ഞാനും നോക്കുന്നുണ്ട്, അതിനൊക്കെ ആയിട്ട് നോക്കുന്നുണ്ട്, പക്ഷേ അവസരം ഒത്തു വരുന്നില്ലെന്നേ. അതുമാത്രമല്ല, അത് അത്ര പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമൊന്നുമില്ല. കാരണം കുട്ടികൾക്കൊക്കെ അറിയാം എനിക്ക് അയാളെ ഇഷ്ടമല്ല എന്നുള്ള കാര്യം. വളരെ പെട്ടെന്നായിരുന്നല്ലോ ഞാൻ അയാളെ ഇങ്ങോട്ടേക്ക് അടുപ്പിച്ചത്. അപ്പോൾ പിന്നെ അത്രയും പെട്ടെന്ന് അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കുട്ടികളുടെ സംശയം നേരെ എൻ്റെ നേർക്ക് എത്തത്തേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് ഒന്നും ചെയ്യാതിരിക്കുന്നത്. ഞാനൊരു അവസരം നോക്കിയിരിക്കുകയാണ് ഏട്ടാ, പക്ഷെ അത് പെട്ടെന്നൊന്നും ഒത്തുവരുമെന്ന് തോന്നുന്നില്ല എന്നിങ്ങനെ പറയണം. അപ്പോൾ ഉടനെ രാഹുൽ പറയണം, അത് അവസരം വന്നു കഴിഞ്ഞാൽ നീ അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യണം കേട്ടോ. അത് ഞാൻ ഏറ്റു ഏട്ടാ. പിന്നെ രൂപേ, അത് മാത്രമല്ല, ആ കിരണും കല്യാണിയും ഉണ്ടല്ലോ, അവരെ തമ്മിൽ തെറ്റിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ട് അതെന്താ ഒന്നും ആവുന്നില്ലേ? അപ്പോൾ രൂപ പറയണ, അതൊക്കെ ചെയ്യാം ഏട്ടാ, അതൊക്കെ നമുക്ക് സാവകാശം ചെയ്യാവുന്ന കാര്യമല്ലേ ഉള്ളൂ. ആ കല്യാണിയാണ് എല്ലാത്തിനും തടസ്സം. കല്യാണി ഇല്ലാതായാലുണ്ടല്ലോ സരയു ഉണ്ടല്ലോ, സരയു കിരണിൻ്റെ ജീവിതത്തിലേക്ക് വരും. അത് കേൾക്കുമ്പോൾ ഉടനെ രൂപ പറയണ, അതെനിക്കറിയില്ല ഏട്ടാ, കാരണം സരയുവിനോട് കിരണിന് അത്ര ഇഷ്ടമൊന്നും അല്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഞാൻ അതിനെക്കുറിച്ച് എന്ത് പറയാനാണ്, പോരെങ്കിൽ കല്ലുമോനും ഉണ്ടല്ലോ. ഉടനെ തന്നെ നമ്മുടെ രൂപ പറയണ, കല്യാണിക്ക് ഒരു അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ, അപ്പോൾ അവാർഡ് വാങ്ങിക്കുന്ന ചടങ്ങിനായിട്ട് കല്യാണി പുറത്ത് പോവും. അപ്പോൾ ഈ ഒരു അവാർഡിന് ഡൽഹിയിൽ അത് വാങ്ങിക്കാനായിട്ട് പോകുന്ന സമയത്ത് ഒരാഴ്ച കല്യാണി പിന്നെ ഇവിടെ ഒന്നും ഉണ്ടാവില്ല, പിന്നെ കിരണും കുഞ്ഞും മാത്രമേ ഉണ്ടാവൂ എന്നിങ്ങനെ പറയണം. അത് കേൾക്കുമ്പോഴുണ്ടല്ലോ നമ്മുടെ രാഹുലിൻ്റെ മനസ്സിൽ ലഡ്ഡു പൊട്ടുകയാണ്. അത് കേൾക്കുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമാവുകയാണ് രാഹുലിന്. ഒരാഴ്ച കല്യാണി ഇവിടെ ഇല്ല. അപ്പോൾ രാഹുൽ ചിലതൊക്കെ അപ്പോഴേ തന്നെ മനസ്സിൽ ഇങ്ങനെ പ്ലാൻ ചെയ്യുകയാണ്. അവൾ ഒരാഴ്ച മാറി നിൽക്കുമെങ്കിൽ അവളെ വക വരുത്തണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ രാഹുൽ പറയുകയാണ്, നീ ഒരു കാര്യം ചെയ്യ് രൂപേ, എനിക്കൊരു ചായ കുടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പിന്നെ ഞാൻ അവിടെ നിന്നിട്ടുണ്ടല്ലോ ശാരിയോടൊന്നും ഞാൻ ആവശ്യപ്പെടത്തില്ല. ശാരിയുടെ സ്വഭാവം ഇപ്പോൾ ശരിയല്ല. ശാരി എപ്പോഴും എന്നെ മെൻ്റലാണെന്ന് പറഞ്ഞ് ആക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നീ പോയി എനിക്ക് നിൻ്റെ കൈ കൊണ്ട് ഒരു ചായ ഇട്ട് കുടിച്ചിട്ട് കുറേ നാളായല്ലോ, നീ പോയി എനിക്കൊരു നല്ലൊരു ചായ എടുത്തിട്ട് വാ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ രൂപ, നിനക്ക് ഞാൻ വിഷമിട്ട് തരോടാ ഒരു ദിവസം എന്ന് പറഞ്ഞ് പ്രാഗിക്കൊണ്ട് നമ്മുടെ രൂപ കിച്ചണിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് അവിടെ നിന്നിട്ട് നമ്മുടെ രാഹുൽ മനസ്സിൽ വിചാരിക്കുകയാണ്. രാഹുൽ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഈശ്വര, എങ്ങനെയെങ്കിലും ഒരു ഐഡിയ കണ്ടെത്തണം. ഒരാഴ്ച ഇത് ദൈവം എനിക്കായിട്ടിട്ട് എന്നൊരു സമയമാണ്. ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ കല്യാണി എന്തായാലും അവിടെ ഉണ്ടാവില്ല. ഇതിനാമ്മച്ച് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണം. ആ കിരണും കല്യാണിയും ഇനി ഒരുമിച്ച് ജീവിക്കാൻ പാടില്ല എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കണം നമ്മുടെ രാഹുൽ. അതേ സമയത്തുണ്ടല്ലോ നമ്മുടെ മനോഹറാണ് കാണിക്കുന്നത്. നമ്മുടെ മനോഹറാണെങ്കിൽ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടന്ന് ഉറങ്ങുകയാണ് പുള്ളിക്കാരൻ. എന്നിട്ട് പുള്ളിക്കാരൻ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ചുറ്റും നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല. അങ്ങനെ പുള്ളിക്കാരൻ എഴുന്നേറ്റ് ഇങ്ങനെ ഇരുന്ന് ഓരോന്നിങ്ങനെ ആലോചിച്ചിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ നിഷ കുളിയൊക്കെ കഴിഞ്ഞ് നല്ല ഫ്രഷായിട്ട് വരികയാണ്. അപ്പോൾ നിഷയോട് പറയണേ, മോളു എപ്പോഴാണ് പോയി കുളിക്കാൻ പോയത്, ഞാൻ മോളുവിനെ കണ്ടില്ലായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ നിഷ പറയണ, റോഹിയേട്ടൻ നല്ല ഉറക്കമായിരുന്നു, അതുകൊണ്ട് പിന്നെ ഞാൻ റോഹിയേട്ടനെ വിളിക്കാതിരുന്നതാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഈ മനോഹർ പറയുകയാണ്, മോളു എനിക്ക് മോളൂടെ ഒരു കാര്യം പറയണം. എന്താ റോഹിയേട്ടാ എന്നും പറഞ്ഞിട്ട് കുറേ കള്ളക്കരച്ചിലൊക്കെ കരയാണ് നമ്മുടെ മനോഹർ. അയ്യോ, എന്താ റോഹിയേട്ടാ, എന്താ പറ്റി, എന്തിനാ കരയുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മനോഹർ പറയുകയാണ്, മോള് കുളിക്കാൻ പോയ സമയത്തിനുണ്ടല്ലോ ഞാനിങ്ങനെ കിടന്നൊന്ന് ഉറങ്ങുമായിരുന്നു. അപ്പോഴാണ് എൻ്റെ മരിച്ചുപോയ മാമൻ എൻ്റെ കൺമുന്നിൽ ഇങ്ങനെ നിൽക്കുന്നു. എന്നിട്ട് മാമൻ എന്നോടൊരു ചോദ്യം. എന്താ റോഹിയേട്ടാ? മാമൻ എന്നോട് ചോദിക്കുകയാണേ, എടാ മോനെ, നീ എനിക്ക് എന്താടാ വായ്ക്കരി ഇടാൻ വരാഞ്ഞതെന്ന്. എനിക്കത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല മോളു, ശരിക്കും സ്വപ്നമാണെന്ന് പോലും തോന്നുന്നില്ല. അപ്പോൾ ഉടനെ നിഷ ചോദിക്കണം, അയ്യോ ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത് രോഹിയേട്ടാ?
ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ്? ഈ കർക്കിടകം കഴിഞ്ഞു പോയില്ലേ. ഇനി അടുത്ത കർക്കിടകത്തിന് മാമൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കാൻ വേണ്ടിയിട്ട് ബലിതർപ്പണം നടത്തണം. അല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാ? പാവം എൻ്റെ മാമൻ എന്നെ എങ്ങനെ കൊണ്ടു നടന്നിണെന്ന് നിനക്കറിയാമോ? സത്യം പറഞ്ഞാലുണ്ടല്ലോ മോളൂ, കുട്ടിക്കാലത്ത് എൻ്റെ അച്ഛൻ എന്നെ നോക്കിയ ഓർമ്മ എനിക്കില്ല. എൻ്റെ മാമനാണ് എന്നെ പഠിക്കാൻ പോകുമ്പോൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ മാമൻ്റെ കൈ തൂങ്ങിയാണ് ഞാൻ പഠിക്കാൻ പോയിട്ടുള്ളത്. അത്രയും മാമൻ എനിക്ക് എന്തോരം കഥകൾ പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് അറിയാമോ മോളൂ? അപ്പോൾ ഉടനെ പറയണ, റോഹിയേട്ടന് എല്ലാവരോടും ഇത്രയും സ്നേഹമാണല്ലോ റോഹിയേട്ടാ. അതേ മോളൂ, ഞാൻ അങ്ങനെ ആയിപ്പോയി, എന്ത് ചെയ്യാനൊക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മനോഹർ ഇങ്ങനെ ഓരോരോ കള്ളത്തരങ്ങളൊക്കെ ഇങ്ങനെ തട്ടി വിട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ നിഷ പറയാണ്, പിന്നെ അപ്പോൾ ഇനി മാമൻ്റെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ കിടക്കുകയില്ലേ? ഞാൻ പോണു മോളൂ. അപ്പോൾ ഞാനും കൂടി പോരട്ടെ? നേരത്തെയും ചോദിച്ചിട്ടുണ്ടായിരുന്നു നിഷ, അപ്പോഴും വേണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ രോഹിത് പറയണം, അപ്പോഴാണ് ഈ പുള്ളിക്കാരൻ പറയുകയാണ്, വേണ്ട മോളും ഇപ്പോൾ വരണ്ട, മോളുവിനെ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, ഇന്നലെ ഞാൻ മോളുവിൻ്റെ കൂടെ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്നിങ്ങനെ പറയണം. അപ്പോൾ നിഷ പറയണം, എങ്കിൽ വേണ്ടെങ്കിൽ വേണ്ട. പിന്നെ റോഹിയേട്ടാ, എനിക്കുണ്ടല്ലോ സത്യം പറഞ്ഞാൽ ഇവിടെ നിൽക്കുന്നതിനോട് ഒരു താല്പര്യമില്ല. നമുക്ക് 2 പേർക്കും കൂടി ഈ നാട് വിട്ടിട്ട് അമേരിക്കയിലേക്ക് പോവാം. അമേരിക്കയിലോ? എൻ്റെ ദൈവമേ, ഇതെല്ലാണോ ഇങ്ങനെ തന്നെയാണല്ലോ പറയുന്നത്. സരയും ദേ ഇങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പുള്ളിക്കാരൻ മനസ്സിൽ വിചാരിക്കുകയാണേ. അപ്പോൾ പറയാണ്, അത് പിന്നെ എങ്ങനെയാണ് മോളൂ? അങ്ങനെ പെട്ടെന്നൊന്നും അങ്ങനെ അമേരിക്കയിലേക്കൊന്നും പോകാനൊന്നും പറ്റില്ല. അതെന്താ അങ്ങനെ? അതെ, അമേരിക്കയിലൊക്കെ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ക്ലൈമറ്റൊന്നും ശരിയല്ല. പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് ഒട്ടും ശരിയല്ല. ഇവിടെയൊക്കെ എപ്പോഴും വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലൊക്കെയാണ്. എനിക്ക് പേടിയാണ്. നമുക്ക് അമേരിക്കയിലേക്കോ കാനഡയിലേക്കോ ഒക്കെ പോവാം എന്നിങ്ങനെ പറയണം. അപ്പോൾ ഉടനെ നമ്മുടെ മനോഹർ പറയണേ, വേണ്ട മോളൂ, അവിടേക്കൊന്നും ഇപ്പോൾ തൽക്കാലം പോകാനായിട്ടൊന്നും നിൽക്കണ്ട. പിന്നെ മോള് വിചാരിക്കുന്നിടക്കൊന്നുമല്ല, അവിടെ ഉണ്ടല്ലോ മഞ്ഞുമല അങ്ങോട്ട് ഉരുവി തുടങ്ങിയാലുണ്ടല്ലോ, എൻ്റെ പൊന്നോ, ഒരു മനുഷ്യ പറ്റില്ലാത്തത് കണക്കാണ് മഞ്ഞ് വീഴാൻ തുടങ്ങുന്നത്. അറിയാമോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അറിയാമോ നിനക്ക്? ഒരു മനുഷ്യ പറ്റില്ലാത്ത കണക്കാണ് മഞ്ഞുമല ഇങ്ങനെ വീഴാൻ തുടങ്ങുന്നത്. അപ്പോൾ ഉടനെ നമ്മുടെ അപ്പോഴത്തേക്ക് ഉടനെ തന്നെ നിഷ പറയണ, എന്തായാലും ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ രോഹിയേട്ടന് എന്ത് ഭക്ഷണമാണ് വേണ്ടത് കഴിക്കാൻ? എനിക്ക് കഴിക്കാനോ? മോളുവിന് ഇഷ്ടമുള്ള എന്തായാലും മതി. എനിക്കങ്ങനെ ഉണ്ടാക്കാനൊന്നും അറിയില്ല, ഭക്ഷണം വയ്ക്കാനൊന്നും എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിലേ അവിടെ അടുക്കളയിൽ കുറേ എണ്ണം ഉണ്ടല്ലേ, അതിൽ ആരുടെടുത്തെങ്കിലും പറഞ്ഞ് ഉണ്ടാക്കിയാൽ മതി എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ മനോഹറിന് ഫോണിൽ കോള് വരികയാണ്. നോക്കുമ്പോൾ സരയു എന്നുള്ള നമ്പറാണ് വരുന്നത്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ നിഷയോട് പറയണം, നിഷേ, ഇത് മരിപ്പ് വീട്ടിൽ നിന്നാണ് വിളിക്കുന്നത്, ഞാൻ പോയി ഒന്ന് സംസാരിച്ചിട്ട് വരട്ടെ, മോൾ ഇവിടെ തന്നെ നിൽക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മനോഹർ നേരെ താഴേക്ക് പോവുകയാണ്. താഴേക്ക് ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ നോക്കുകയാണ്, മേലോട്ട് നോക്കുകയാണ് പുള്ളിക്കാരത്തി ഇറങ്ങി വരുന്നതെന്ന്. എന്നിട്ട് നമ്മുടെ സരയുവിനോട് സംസാരിക്കുകയാണ്. സരയുവിനോട് ചോദിക്കണം, എന്താ മോളു, എന്തിനാ ഇപ്പോൾ വിളിച്ചത്? എന്താ മനുവേട്ട ഇതെന്തായി കാണിക്കുന്നത്? മനുവേട്ടനൊന്നും ഇങ്ങോട്ട് വിളിച്ചില്ലല്ലോ മനുവേട്ട. അത് ഞാൻ നിൻ്റെ അച്ഛനോട് പറഞ്ഞതല്ലേ, എൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ അച്ഛൻ വന്നപ്പോൾ പറഞ്ഞില്ലേ നിന്നോട്? അത് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നാലും മനുവേട്ടനൊന്ന് വിളിക്കായിരുന്നില്ലേ? അപ്പോൾ ഉടനെ മനോഹർ പറയാണ്, എൻ്റെ മോളു ഇവിടെ വിളിക്കാൻ പറ്റിയ സാഹചര്യമൊന്നുമല്ല. ഇപ്പോൾ ഇവിടെ മീറ്റിങ്ങാണ്. ഇത്തിരി മുമ്പാണ് ഞാനൊന്ന് തല ചായച്ചത് തന്നെ. അത്രയ്ക്ക് തിരക്കാണ് ഇവിടെ, പിന്നെ ഞാൻ എങ്ങനെ വിളിക്കാനാണ് എന്നിങ്ങനെ പറയുകയാണ് മനോഹർ. അപ്പോൾ ഉടനെ തന്നെ സരയു പറയണം, മനുവേട്ട എനിക്കിവിടെ നിന്ന് മടുത്ത് മനുവേട്ട, നമുക്ക് അമേരിക്കയിലേക്ക് പോവാം. അപ്പോൾ തന്നെ മനോഹർ മനസ്സിൽ വിചാരിക്കണം, ഈശ്വര, എല്ലാ എണ്ണത്തിനും അമേരിക്കയിലോട്ട് പോയാൽ മതി, ഇതിനെയൊക്കെ കൊണ്ട് ഞാൻ എങ്ങനെ അമേരിക്കയിൽ പോവും? ഒരുത്തി ഇപ്പോൾ അമേരിക്കയിൽ പോകുന്ന കാര്യം പറഞ്ഞു. അപ്പോൾ മനോഹർ പറയാണ്, അയ്യോ അതൊന്നും ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ പറ്റൂല മോളൂ, അവിടെയൊക്കെ ഭയങ്കര തണുപ്പാണ്. അത് കുഴപ്പമില്ല മനുവേട്ടനൊപ്പം ഉണ്ടെങ്കിലേ എത്ര ചൂടും എനിക്ക് തണുപ്പാണ്. നീ അടുത്തുണ്ടെങ്കിലുണ്ടല്ലോ എനിക്ക് എപ്പോഴും ചൂടാണ്. എന്താ മനുവേട്ടൻ പറഞ്ഞത്? ഒന്നുമില്ല മോളൂ, അല്ല ഈ ക്ലൈമറ്റൊക്കെ മാറുമ്പോഴുണ്ടല്ലോ ഈ തണുപ്പ് അങ്ങോട്ട് മാറിയിട്ട് ചൂട് വരുമ്പോഴേ ഭയങ്കര പുകച്ചിലല്ലേ, അത് ഞാൻ പറഞ്ഞതാണ്. അങ്ങനെയാണോ? പിന്നെ അല്ല മോളൂ, എൻ്റെ കുഞ്ഞെന്ത് പറയുന്നു മോളൂ? കുഞ്ഞോ മനുവേട്ട, കുഞ്ഞിങ്ങനെ വയറ്റിൽ കിടന്നേ ഇങ്ങനെ തുടിക്കുകയാണ്. എനിക്ക് തോന്നുന്നു കുഞ്ഞിൻ്റെ അച്ഛനെ കാണാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ കിടന്ന് ബഹളം വെക്കുന്നതെന്ന്. അപ്പോൾ ഉടനെ മനോഹർ മനസ്സിൽ പറയണ, കുഞ്ഞിൻ്റെ അച്ഛൻ
ഇവളെ എവിടെന്ന് എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ മനോഹർ. അപ്പോൾ അതിനുശേഷം മനോഹർ പറയണം, ആ മോളു അങ്ങനെയാണെങ്കിലുണ്ടല്ലോ ഫോൺ വെച്ചേക്ക്. അപ്പോൾ ഉടനെ സരയു പറയണം, മനോട്ട ഇന്ന് വരില്ലേ? ഓ ഇന്ന് വരൊക്കെ നടക്കൂല മോളൂ, നാളെ ഞാൻ വന്നേക്കാം. എന്നാൽ ഇടയ്ക്കൊക്കെ വിളിക്കൂ മനോട്ട. അയ്യോ ഇവിടെ ഭയങ്കര തിരക്കാണ്, തിരക്ക് മാറുമ്പോൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഞാനൊന്ന് വിളിക്കാം എന്നിങ്ങനെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ് സരയു. മനോഹർ ഫോൺ കട്ട് ചെയ്യുകയാണ്. എന്നിട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ നിഷ താഴേക്ക് ഇറങ്ങി വരികയാണ്. അപ്പം നിഷ ചോദിക്കുകയാണ്, ആഹാ ഫോൺ വിളിച്ച് തീർന്നോ? ഓഹ് എൻ്റെ മോളു ഒന്നും പറയണ്ട, ദേ എൻ്റെ ഒരു മാമൻ്റെ മോളാണ് ഇപ്പോൾ വിളിച്ചത്. അയ്യോ അവിടെ ഉണ്ടല്ലോ, ഞാൻ ഇതിന് കർമ്മങ്ങൾക്കൊന്നും നിൽക്കാതെയല്ലേ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. അതുകൊണ്ട് മാമൻ്റെ മോള് വിളിച്ചിട്ട് കുറേ പരിഭവങ്ങളൊക്കെ പറഞ്ഞു. എന്താ പറയുന്നത്? എൻ്റെ മാമൻ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞത് എന്നെ കാണണമെന്ന് പറഞ്ഞെന്നാ അവളിപ്പോൾ വിളിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് നിഷയ്ക്ക് വിഷമം തോന്നുകയാണ്. നിഷ പറയുന്നു, അതാ റോണിയേട്ടാ ഞാൻ ഇപ്പോൾ മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂ. സത്യം പറഞ്ഞാലുണ്ടല്ലോ ഈ നാട്ടിൽ എൻ്റെ പ്രായമുള്ള പയ്യന്മാരൊക്കെ ഉണ്ടല്ലോ, അവർക്ക് UK-യിലോ കാനഡയിലോ അതുപോലെ തന്നെ അമേരിക്കയിലോ എവിടെയെങ്കിലുമൊക്കെ പോയി നിന്ന് ജോലി ചെയ്യുന്നതിനോട് ഒരു മടിയില്ല. ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നാട്ടിലുള്ള ആരെയും ഇപ്പോഴത്തെ ചെറുപ്പക്കാരന്മാർ ഓർക്കില്ല. അത് വെച്ച് നോക്കുമ്പോൾ റോണിയേട്ടൻ്റെ സ്വഭാവം എനിക്ക് അത്ഭുതം തോന്നുകയാണ് റോണിയേട്ടനെ പറ്റി. അപ്പോൾ ഉടനെ മനോഹർ പറയണ, അതാണ് മോളു, അതാണ് എൻ്റെ മാമനെക്കുറിച്ച് ഓർക്കുമ്പോഴുണ്ടല്ലോ ഇപ്പോഴും എൻ്റെ ഹൃദയം പിടയ്ക്കുകയാണ് എന്നൊക്കെ പറയുകയാണ്. അതിനുശേഷം മനോഹർ പറയാണ്, ആ മോളു ഒരു കാര്യം ചെയ്യാം, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ് മോളു? എനിക്ക് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് എപ്പോഴും ഇവിടെ തന്നെ ഇരിക്കാൻ പറ്റില്ല, എനിക്ക് പല പല കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ നമ്മുടെ നിഷ പറയുകയാണ്, നമുക്ക് എന്തായാലും പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങുന്നതിന് കുഴപ്പമുണ്ടോ റോണിയേട്ടാ? അപ്പോൾ ഉടനെ നമ്മുടെ റോണി പറയുകയാണ്, നമുക്കൊരു കാര്യം ചെയ്യാം, ബൈക്കിൽ പോയി ചുറ്റാം എന്ന് പറയുകയാണ്. അപ്പോൾ ഉടനെ നിഷ പറയണം, അതെന്താ നമുക്ക് കാറിൽ പോയാൽ? കാറിലൊക്കെ പോകണ്ട, ബൈക്കിലൊക്കെ പോകുന്നതിലേ ഒരു രസം, നമുക്ക് ബൈക്കിൽ പോവാം എന്നിങ്ങനെ പറയുകയാണ്. അതാകുമ്പോൾ നമുക്ക് ഒട്ടിപ്പിടിച്ചിരുന്ന് പോവാമല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ നിഷ പറയുകയാണ്, ആ റോണിയേട്ടന് അതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ പോവാം. കഴിക്കാൻ അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മോളിന് ഇഷ്ടപ്പെട്ടത് ഉണ്ടാക്കിക്കോ, മോൾ എന്തുണ്ടാക്കിയാലും ഞാനത് കഴിച്ചോളാം, ഒന്നും ഒരു പ്രശ്നവുമില്ല. മോളുടെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടം. പിന്നെ ഉണ്ടാക്കാൻ അറിയില്ലെങ്കിലേ ഇതേ കുറച്ച് പേര് ഇവിടെ അടുക്കളയിലുണ്ടല്ലോ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അവരോട് പറഞ്ഞാൽ മതി, അവരുണ്ടാക്കി തരും എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ നിഷ പോവുകയാണ്. അങ്ങനെ നമ്മുടെ മനോഹർ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ എപ്പിസോഡ് തീരാണ്. എന്തായാലും അടിപൊളി ഒരു എപ്പിസോഡായിരുന്നു. എന്തായാലും എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്തേക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തേക്കണം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ അമർത്താനും മറക്കരുത്. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ടും പ്രൊമോ വീഡിയോയുമായിട്ടൊക്കെ വരാം. അതുവരെ എല്ലാവർക്കും ബായ്.